നമസ്കാരം. ബംഗളൂരുവിൽ RCB വിജയാഘോഷത്തിനിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് വൻ അപകടമാണ് ഉണ്ടായത്. 11 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. IPL-ൽ കന്നിക്കിരീടം ചൂടിയ RCB ടീമിന്റെ വിക്ടറി പരേഡിനിടെയാണ് വൻ ദുരന്തമുണ്ടായത്. അതേസമയം IPL കിരീടം നേടിയ RCB ടീമിനായി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിലേക്ക് പ്രവേശനം സൗജന്യമാണെന്ന പ്രഖ്യാപനമാണ് ബംഗളൂരു കണ്ട വലിയ ദുരന്തത്തിന് കലാശിച്ചത്. ഇത് വ്യക്തം. കർണാടക സർക്കാരിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചെത്തിയ അഭൂതപൂർവമായ ജനക്കൂട്ടം സ്റ്റേഡിയത്തിന്റെ ഇടുങ്ങിയ ഗേറ്റിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചതാണ് 11 പേരുടെ മരണത്തിന് കാരണമായത്. 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും യാതൊരുവിധ ഇടപെടലും വിരാട് കോഹ്ലി നടത്തിയിട്ടില്ല. ഇതാണിപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കൺമുന്നിൽ ഇത്രയും വലിയ അപകടം ഉണ്ടായപ്പോഴും കപ്പ് ഉയർത്തിപ്പിടിച്ച് ആഘോഷിക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചത്. ഇതിപ്പോൾ പലവിധ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുമുണ്ട്. അതേസമയം ആയിരക്കണക്കിന് ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് ഒരേ സമയം പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ. താരങ്ങളെ നേരിട്ട് കാണാനും വിജയാഘോഷത്തിൽ പങ്കെടുക്കാനും നഗരത്തിന് ഉൾക്കൊള്ളാനാവുന്നതിലും ആളുകളാണ് എത്തിയത്. ആദ്യം പരിപാടിക്ക് പാസുകൾ നൽകിയായിരുന്നു പ്രവേശനം. വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് പാസുകൾ ലഭിച്ചത്. പിന്നീട് എല്ലാവരെയും പരിപാടിയിലേക്ക് സൗജന്യമായി പ്രവേശിപ്പിക്കുമെന്ന പ്രഖ്യാപനം വന്നു. ഗേറ്റുകളും തുറന്നിട്ടതോടെയാണ് ആളുകൾ ഇടിച്ചു കയറാൻ ആരംഭിച്ചത്. അക്ഷമരായ ആരാധകർ സ്റ്റേഡിയത്തിന്റെ മതിലുകളിലും അടുത്തുള്ള മരങ്ങളിലും ഉൾപ്പെടെ കയറി താരങ്ങളെ നേരിട്ട് കാണാനുള്ള ശ്രമം നടത്തി. കർണാടക സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്ന് വന്ന 10,000-കണക്കിന് ആളുകൾ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതോടെ ബാരിക്കേഡുകൾ മറിഞ്ഞു വീണു. തിക്കിലും തിരക്കിലും പെട്ട് ചിലർ ബോധരഹിതരായി നിലത്ത് വീണതോടെ അവരെ ചവിട്ടിമെതിച്ച് ജനക്കൂട്ടം മുന്നോട്ടു പോയി. അനിയന്ത്രിതമായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസുകാർക്കും കഴിഞ്ഞില്ല. കേവലം 5000 പോലീസുകാരാണ് 3 ലക്ഷത്തിലേറെ ആളുകളെ നിയന്ത്രിക്കാൻ വിന്യസിച്ചിരുന്നത്. മുഖത്തും തലയിലും നെഞ്ചിലുമൊക്കെ ചവിട്ടിയിട്ടാണ് പലരും മരിച്ചത്. റോഡുകളിലെ തിരക്ക് കാരണം ആംബുലൻസുകൾക്ക് അടിയന്തരമായി എത്തിച്ചേരാനും പ്രയാസം നേരിട്ടു. ഇതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. പോലീസുകാർ പരിക്കേറ്റവരെയും അബോധാവസ്ഥയിലായവരെയും ആശുപത്രിയിലേക്ക് മാറ്റുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അപകടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. അതേസമയം 18 വർഷത്തെ IPL ചരിത്രത്തിൽ ആദ്യമായാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു IPL കിരീടം നേടിയത്. ഈ വിജയം ആഘോഷിക്കാൻ കർണാടക സർക്കാരും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനുമാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ സ്വീകരണ പരിപാടി ഒരുക്കിയത്. വിധാൻ സൗധ മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയം വരെയായിരുന്നു പരേഡ് നിശ്ചയിച്ചിരുന്നത്. വലിയ സന്തോഷത്തിലായിരുന്നു ആരാധകർ. ഇതാണ് വൻ ദുരന്തമായി മാറിയത്. പ്രവേശന കവാടത്തിന് മുൻപിലാണ് വലിയ തിരക്കുണ്ടായത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.